അടങ്ങി നിക്കടി. എടി പൊന്നുമോളെ, ഇന്ന് നീ രക്ഷപ്പെടില്ല. അടങ്ങി നിക്കടി അവിടെ. എങ്ങോട്ടാ നീ ഓടുന്നേ? പറ്റിയില്ലല്ലോ മോളെ. മോളെ നീ പൊയ്ക്കോ, അല്ലെങ്കിൽ അയാള് നമ്മളെ കൊല്ലും. മോളെ വേഗം എഴുന്നേക്ക്. പൊന്നു മോളല്ലേ, ചെല്ല്, ഓടി രക്ഷപ്പെട്. നീ തീർന്നടി. വിടില്ലടി. നിക്കടി അവിടെ. അയ്യോ എന്റെ മോള്. മോൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സാ. ഇത് കാണുമ്പോൾ ശ്രീകുട്ടിക്ക് നല്ല സന്തോഷമാവും.
സാർ എണീക്ക് സാർ. എന്ത് പറ്റി സാർ? സാർ എനിക്ക് വരൂ സാർ. സാർ പതുക്കെ സാർ. സാർ പതുക്കെ അതൊക്കെ പിടിക്കടോ. സാർ. സാറേ എന്താ സംഭവം? SI സാറ് ഒരു കേസിന്റെ കാര്യത്തിന് ഈ വീട്ടിലെ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ വന്നതാ. അവള് സാറിനെ വെട്ടി. എന്നിട്ട് അവരെവിടെ? ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. എവിടെയായാലും ഞങ്ങൾ അവളെ തൂക്കും. SIയെ വെട്ടിയിരിക്കുന്നേ. അല്ല, ഇവിടെ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നല്ലോ, അവളെവിടെ? ആ കൊച്ചും ഓടിപ്പോയെന്നാ SI സാറ് പറഞ്ഞ്. എവിടേക്ക്? നിന്ന് ചലച്ചോണ്ടിരിക്കാതെ വണ്ടി കയറടാ. താൻ പോയി നോക്കണോ? സാറേ മോൾ എങ്ങോട്ടാ പോയെന്ന് അറിയാവോ? അറിയില്ല, പോടോ. മോൾ എങ്ങോട്ടാ പോയ? നീ പോയി അന്വേഷിക്കണം. ഈശ്വര, എന്തൊക്കെയായി നടക്കുന്നേ? അഭിരാമി ഒന്ന് വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവര് വഴിയിൽ എവിടെയെങ്കിലും കാണും. എങ്ങനെയാലും കണ്ടുപിടിച്ചേ പറ്റൂ. അതെനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. അശ്വതി ആ SIയെ വെട്ടിയെന്നോ? ആ ജയേഷ് അവളെ വിവാഹം കഴിക്കാനിരുന്നാ കേൾക്കുന്നേ. അശ്വതി, അവരുടെ കാര്യങ്ങൾ നമ്മൾ എന്തിനാ തിരക്കുന്നേ? അതെന്തു ആയിക്കോട്ടെ. എന്നാലും അതല്ലല്ലോ, അശ്വതിയെ നമ്മുടെ കുടുംബത്തിന് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അവൾ SI ജയേഷിനെ വെട്ടിയെങ്കിൽ വീണ്ടും ജയിലിൽ പോവും, അത്ര തന്നെ. ജയിലിൽ കിടക്കാന്ന് പറയുന്നത് അശ്വതിക്ക് പിന്നെ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ആദ്യമായിട്ട് ഒന്ന് നിർത്തി, വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താ എന്താ ഒന്ന് നിർത്തിക്കേ. അമൃതേ, നീ എവിടേക്കാ? ആ നിൽക്കുന്നത് ആ കുഞ്ഞാണെന്ന് തോന്നുന്നു. അമൃതേ, മോളെ, ശ്രീകുട്ടിയല്ലേ? ശ്രീകുട്ടിയാ. മോളെന്താ ഒറ്റയ്ക്ക് ഇവിടെ? അമ്മയെ തിരക്കി നടക്കുക, എങ്ങും കണ്ടില്ല. എനിക്ക് പേടിയാവുക ആന്റി. മോൾക്ക് എന്നെ മനസ്സിലായോ? ആ, അറിയാം. ശ്യാമിച്ചിരി ഏട്ടത്തിയല്ലേ? ആ അതെ, മോൾക്കപ്പോ എന്നെ ഓർമ്മയുണ്ടല്ലേ? അമൃതേ, നിനക്കെന്താ വീട്ടിൽ പോകാൻ പാടല്ലേ? അവിടെ മോളുടെ മുത്തശ്ശിയില്ലേ? ഇല്ല, ആരുമില്ല. അവിടെ പോലീസ് ഉണ്ടാവും. എനിക്ക് പേടിയാ. അമൃതേ, മോള് പേടിക്കണ്ടോ. എന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരൂ ആന്റി. എനിക്ക് വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. എന്റെ അമ്മ എനിക്ക് കാണണം. മോള് കരയണ്ടോ. എന്റെ അമ്മ. എന്താ അമൃത ഇത്? കരയല്ലേ മോളെ, നമുക്ക് അമ്മയെ കണ്ടെത്താം. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ.
ഇതുവഴി വരാൻ തോന്നിയ സമയത്തെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇതുവഴി വരാൻ തോന്നിയത് ഭാഗ്യമായെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഈ രാത്രി, ഈ മോൾ ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്തേനെ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കരുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അരുണിന്റെ ചോര അത് നമ്മൾ മറന്നുകൂടാ. എന്ന് കരുതി ഇവളെ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമൃത പറയുന്നേ? എന്തായാലും മോൾ ഒറ്റയ്ക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ഈ കുഞ്ഞിനെ നമുക്കാദ്യം വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഏയ്, വീട്ടിലേക്കോ? നിന്റെ തലയ്ക്കെന്താ വട്ടുണ്ടോ? അതേട്ടാ, ഈ ശ്രീകുട്ടി ഏയ്, ഒന്നും പറയണ്ട. അങ്ങനെയുള്ള രക്ഷയൊന്നും വേണ്ട. ദേ, അവിടെ ഐശ്വര്യമുണ്ട്. വെറുതെ ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. ആദ്യേട്ടൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇപ്പൊ വേറൊരു നിവൃത്തിയില്ല. എന്തായാലും ഇപ്പൊ നമ്മൾ കുട്ടിയെ കണ്ടുപോയി, പോലീസിൽ അറിയിക്കാം. അവർ വന്ന് കുട്ടിയെ കൊണ്ടുപോയിക്കോളും. അതൊക്കെ എളുപ്പ മാർഗ. പക്ഷെ ഈ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മൾ ഓർക്കണ്ടേ? ഒന്നാമത് അമ്മയെ കാണാതെ കരഞ്ഞു വിഷമിച്ച് നടക്കുക. നമ്മൾ മറ്റൊന്നും ചെയ്യണ്ട. ഈ പാവം മോൾക്ക് കുറച്ച് ആശ്വാസം അതെങ്കിലും കൊടുക്കണ്ടേ? ഞാനും ഒരു അമ്മയാ. നൊന്ത് പെറ്റവർക്ക് അതിന്റെ വേദന അറിയൂ. ശ്രീകുട്ടി അന്യ കുഞ്ഞല്ല. ഇനി ഇതിന്റെ പേരിൽ ആദ്യമായിട്ട് എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഈ മോളെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. അമൃത, അത് അരുൺ ഇവളുമായിട്ട് കൂടുതൽ അടുത്തത് പ്രശ്നമാ. ഒക്കെ എനിക്കറിയാം. ഒന്നും വരില്ല. ഇപ്പൊ ഈ മോളെ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല, തനിച്ചാക്കി പോകുന്നുമില്ല. എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ. ഒരു ചെറിയ കുട്ടിയാ, ഞാനത് സമ്മതിച്ചു. അതിന് എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. ഭാവിയിൽ ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്താ ഞാൻ വേണ്ടാന്ന് പറയുന്നത്. നമുക്കിപ്പോ പ്രധാന ഈ മോളുടെ കാര്യം. ബാക്കി വരുന്നതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അത് ആദ്യേട്ടാ, ഞാൻ ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിർബന്ധം പിടിച്ചിട്ടുണ്ടോ? ആദ്യേട്ടനെ ചെറുവാക്കിനെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. പക്ഷെ ഈ മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മോളെ വാ, പോവാം. എവിടേക്കാ ആന്റി? എന്റെ അമ്മയുടെ അടുത്തേക്ക്? ആ അതെ, ആദ്യം നമ്മള് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇന്നോ നാളെ തന്നെ അമ്മയെ കണ്ടുപിടിക്കുകയും ചെയ്യാം. എന്താ? എന്നാലും എന്റെ അമ്മ. ആന്റി അല്ലേ പറയുന്നേ? അമ്മയെ കണ്ടുപിടിച്ച് തരാം. മോള് വാ, നമുക്ക് പോവാം. ആന്റി അമ്മയെ കണ്ടെത്തി തരോ? അതേനെ, ഉറപ്പായും മോൾക്ക് അമ്മയെ കണ്ടെത്തി തരാം. മോള് വാ. അമൃതേ, ഉം. മോള് കയറിക്കോ. ഈ ആന്റിയും മോളും മോളുടെ അമ്മയായിട്ട് തന്നെ കരുതിയാൽ മതി കേട്ടോ. കേറ്. ഇനി ഈ കുട്ടി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണോ അരുണിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? മോളെ, വീടെത്തി.
വാ ഇറങ്ങ്. മോളെ ഇത് നമ്മുടെ വീടാ, പേടിക്കണ്ട, വാ ഇറങ്ങ്. മോളെ വന്നേ. അമൃതേ, ഞാനൊരു കാര്യം പറയാം. ഇതിനെല്ലാം കാരണം നീയാ. ഈ കുട്ടിയെ ചൊല്ലി ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായാലും ശരി, അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം നിനക്കാ. അല്ല, ഇത് അവളുടെ മോളല്ലേ ശ്രീകുട്ടി? വാ മോളെ പോ. ഇതാദ്യേട്ടന്റെ ഐഡിയ. അമൃതേടത്തെ എന്തൊക്കെയാ പറഞ്ഞ് സമ്മതിപ്പിച്ച് സ്വന്തം മോളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാം. ഇനി താമസിയാതെ ആ കള്ള കാമുകിയും കൂടി ഇവിടെ എത്തിക്കും, ഉറപ്പാ. മോളെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ സ്വന്തം അമ്മയെ പോലെയാന്ന്. മോള് വാ. ഈ അമൃതേടത്തെ എന്തൊരു മണ്ടിയാ. ഇങ്ങനെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവമായ എങ്ങനെ ജീവിക്കും? കഷ്ടം തന്നെ. കണ്ടില്ലേ, ആദ്യേട്ടൻ ഒന്നും അറിഞ്ഞില്ലെന്ന മട്ടില്ല നടക്കുന്നേ. അമൃതേടത്തേക്ക് മുന്നില് ആദ്യേട്ടന്റെ അഭിനയം കണ്ടില്ലേ, സമ്മതിക്കണം. ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മയും അച്ഛനെയും കാണിക്കണം. ഇതിനൊരു തീരുമാനം ഇപ്പൊ ഉണ്ടാവണം. ഇല്ലെങ്കിൽ തകരുന്നത് അമൃതേടത്തിയുടെ ജീവിതം. എങ്ങനെ ഈ പെങ്കൊച്ചിനെ ഈ വീട്ടിൽ കയറ്റാതെ നോക്കിയേ പറ്റൂ. അമ്മേ, അച്ഛ, ഒന്ന് വേഗം വന്നേ. എന്താ എന്താ ഐശ്വര്യ? അമ്മേ, നടക്കാൻ പാടില്ലാത്തത് നടന്നു. നടക്കാൻ പാടില്ലാത്തതോ? അതെ, ദേ അമൃതേടത്തി ആദ്യേട്ടന്റെ കാമുകിയുടെ മോളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. കാമുകിയുടെ മോളോ? അതെ അച്ഛാ. എവിടെ? ദാ അവിടെ. ഒപ്പം ആദ്യേട്ടനും ഉണ്ട്. വാ മോളെ. ദാ എത്തി. അമ്മേ, ആദ്യേട്ടനെ വഴക്ക് പറയരുത്. എന്റെ നിർബന്ധം കൊണ്ടാ ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നേ. വഴിയരികിലും മോള് ഒറ്റയ്ക്ക് കരഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ഇവളുടെ അമ്മ എസ് ഐ ജയേഷുമായിട്ട് എന്ത് പ്രശ്നമുണ്ടായി, സ്ഥലത്തില്ല. അതിന് നമ്മളാണ് ഉത്തരവാദികള്. അല്ല, പക്ഷേ ഈ മോള് റോഡരികില് രാത്രി ഒറ്റയ്ക്ക്. എന്നെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നാലും ശരി, ഈ മോളെ അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ എനിക്ക് മനസ്സ് വന്നില്ലമ്മേ. ഇതിന്റെ വരുംവരായികളെ കുറിച്ച് അമൃത ആലോചിച്ചിട്ടുണ്ടോ? അച്ഛാ, ഞാൻ അമൃതയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ. ഒടുവിൽ അതും ഒരു പെൺകുഞ്ഞല്ലേ അച്ഛാ, രാത്രി ഒറ്റയ്ക്ക് ആലോചിച്ചപ്പോൾ ഞാനും സമ്മതിച്ചു പോയി. അങ്ങനെ സമ്മതിച്ചാ എങ്ങനെ ശരിയാവുക? ഇത് ഇവിടെ പറ്റില്ല. ഇവളെ ഇപ്പൊ തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്ക്. അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ വിട്ടേക്ക്. എത്ര മനസാക്ഷിയില്ലാതെ ഐശ്വര്യ സംസാരിക്കുന്നേ. ഈ മോളെ ആ പെരുവഴിയിൽ വിട്ടേക്കാനോ? അതോ ഈ രാത്രിയില്? നമ്മള് വെറും സെന്റിമെന്റ്സിന്റെ പേരില് ആവശ്യമില്ലാത്ത റിസ്ക് പിടിച്ചു വെക്കുന്നത് എന്തിനാ? അത് എനിക്ക് മനസ്സിലാവാത്തത്. ഐശ്വര്യക്കും ഇത് മനസ്സിലാവുമായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്തത് തന്നെ ഐശ്വര്യം ചെയ്തേനെ. പക്ഷെ ഐശ്വര്യ അതിനൊരമ്മയാവണം. കുറഞ്ഞ പക്ഷം ഒരമ്മയുടെ മനസ്സെങ്കിലും ഉണ്ടാവണം. പക്ഷെ അമ്മയ്ക്കും അച്ഛനും ഇത് മനസ്സിലാവും. ഏത് കുഞ്ഞും ആയിക്കോട്ടെ,
ഈ മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ 3 മക്കളെ ഓമനിച്ച് വളർത്തിയ ഈ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും. ഇല്ലെങ്കിൽ ചോദിക്ക്, ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്തത് തെറ്റാണെന്ന് അമ്മ പറയട്ടെ. അമൃത, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. പക്ഷേ ഈ കുഞ്ഞിനെ കുറിച്ച് എല്ലാം അറിയുന്ന നീ ഇങ്ങനെ ഈ കുഞ്ഞിനെ കുറിച്ച് എന്തറിയാന്ന അമ്മ പറയുന്നേ? ഇനിയെങ്കിലും അമ്മ ആ സത്യം ഒന്ന് തെളിച്ചു പറ. അതോടെ ഇവിടെ ചിലരുടെ കള്ളക്കളിയൊക്കെ പൊളിയുമല്ലോ. പറയമ്മേ, ഈ കുഞ്ഞിനെ പറ്റിയുള്ള സത്യങ്ങൾ പറ. അങ്ങനെയെങ്കിലും അമൃതയുടെ കണ്ണ് തുറക്കട്ടെ. അല്ല, അത് ഞാൻ വെട്ടി തുറന്നെങ്കിൽ പറയമ്മേ. ഇവിടെ ചിലരുടെ മാന്യതയുടെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞു വീഴട്ടെ. ഐശ്വര്യ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. മോള് പോ. ഇത് നന്നായല്ലോ. വാദി ഇപ്പൊ പ്രതിയായോ?